കുട്ടികളെ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞതും അടുക്കളയിൽ കയറി, പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു, നിസ്കരിച്ച് വന്നൊക്കെ കഴിച്ചു, ഇങ്ങനെ കിടക്കുക കേട്ടോ. ഇനി ബാക്കി 12 മണിക്ക് കഴിക്കുള്ളൂ. അപ്പോൾ ഞാനും മാക്സിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പുതിയ മാക്സിയാണ്, റിയാസ് ഖാൻ്റെ ഇതാട്ടോ. പുതിയ പെരുന്നാൾ ഷർട്ടോടെ ഉണ്ടോ. പുതിയ ഷോളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, പഴയ ഷോളിൽ അഡ്ജസ്റ്റ് ചെയ്ത് ബിരിയാണിയൊക്കെ വെച്ചു കേട്ടോ. കോഴി പൊരിച്ചു, ഇത്തിരി ഇറച്ചി പൊരിച്ചു. ഫ്രണ്ട്സിൻ്റെ വെയിലേജ് നമുക്ക് കഴിക്കുക കേട്ടോ. അപ്പോൾ അലങ്കോലെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ കുറച്ച് പൊരിച്ച്, കുട്ടികൾക്ക് ചിക്കൻ പൊരിച്ചതാണ് ഇഷ്ടം. അപ്പോൾ ലേശം ചോറ് വെച്ചു, പിന്നെ നമ്മുടെ ചിക്കൻ കറി എന്തെങ്കിലുമൊക്കെ വെക്കണ്ടേ. എന്തായാലും പെരുന്നാളല്ല, അപ്പോൾ ബിരിയാണി അരിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, 2 പൊതി. അപ്പോൾ ഞങ്ങൾ ബിരിയാണി വെച്ചു. പിന്നെ അതിലേക്ക് എന്തായാലും ബിരിയാണി വെക്കുമ്പോൾ ചിക്കൻ കറി ആവശ്യമാണല്ലോ. പിന്നെ ഞാൻ ഇന്നൊരു പ്രതീക്ഷിക്കാണ്ട് ഒരു അതിഥി കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പെരുന്നാളിൻ്റെ തലേദിവസമായിട്ട് തന്നെ വിളിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ ഞാൻ ആ സമയത്ത് അവൾ എന്തെങ്കിലും തിരക്കിൽ പോയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ രാവിലെ വിളിച്ച് നോക്കിയത് കേട്ടോ. വരുമോ ഇല്ലേന്ന് അറിയില്ല, എന്നാലും ഒരു സംശയം കൊണ്ട് ഞാൻ വിളിച്ചതാണ് കേട്ടോ. അവളെ എന്തായാലും പെരുന്നാളിന് വിളിക്കണം എന്നുള്ള ഒരു ഇതിൽ തന്നെ ഞാനെല്ലാം ചെയ്തത്. പിന്നെ എല്ലാണ്ട് നമുക്കിപ്പോൾ വരാനും പോകാനൊന്നും ആരുമില്ലല്ലോ. അപ്പോൾ പിന്നെ വലിയ ഒരു ആഘോഷമൊന്നും ഇല്ല, എന്നാലും ഞാനപ്പോൾ അവളുടെ കൂടപ്പറപ്പ് പോലെയാണ് നമ്മുടെ അവൾ. അപ്പോൾ അവളെ ഞാൻ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട്. വേറെ ആരുമില്ല, നമ്മുടെ വിശിഷ്ട അതിഥി നമ്മുടെ ധന്യ തന്നെയാണ് കേട്ടോ. നമ്മളൊരു എന്താ പറയുക, നമുക്ക് ഹെൽപ്പൊക്കെ ചെയ്ത് തന്ന് നമ്മൾ ഒരിക്കലും മറക്കാനും പാടില്ലല്ലോ. അപ്പോൾ ഞാൻ പെരുന്നാളിന് അവളെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ കേട്ടോ ഇരുന്നത്. പക്ഷെ ഞാൻ രാവിലെയാണ് മെസ്സേജ് ഇട്ടതെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അതിഥി എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ വിളിക്കണം വിചാരിച്ചതാണ്. കഴിഞ്ഞില്ല, പുതിയ അതിഥി നമ്മുടെ ഒരു കൂടപ്പറപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ അല്ലേ. അപ്പൊ അവള് ഫുഡൊക്കെ കഴിക്കുക കേട്ടോ. അപ്പൊ എന്നോട് ആവും പോലെ ഉള്ളൊരു നന്നായിട്ടുണ്ട്, ഫുഡ് നന്നായിട്ടുണ്ട്. ആവും പോലെ വറുത്തത്. അപ്പൊ ആവും പോലെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ വിളിക്കണം വിചാരിച്ചു. ബിരിയാണി ഉണ്ട്, സലാഡ് ഉണ്ട്, ചിക്കൻ വറുത്തതുണ്ട്, ചിക്കൻ കറി ഉണ്ട്, കറി വെക്കാം. കറി ഇഷ്ടപ്പെടും. ഉപ്പ് വേണമെങ്കിൽ പറയട്ടാ. കറി എടുക്കണം. ചിക്കനൊക്കെ എടുത്തോ വേണ്ടി ഒരുക്കിയിട്ടാ. നിസ്കരിച്ച് കഴിഞ്ഞതും അടുക്കളയിൽ കയറി. നിസ്കരിച്ച് കഴിഞ്ഞത് അടുക്കളയിൽ കയറി ഒക്കെ എല്ലാ ഫുഡും ഉണ്ടാക്കി. രാവിലെ നാസ്ത ഇല്ലാത്തതുകൊണ്ട് ഒക്കെ ചോറ് അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാണ്ട് കേട്ടോ അങ്ങനെ ഒക്കെ ഒരുക്കി. അവൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ എല്ലാം കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അവൾ വന്നപ്പോൾ അത്രയും ഒരു സമയം നമുക്കൊരു എന്താ പറയുക, സമയം പോയത് തന്നെ അറിഞ്ഞില്ല കേട്ടോ. നല്ല രസമായിരുന്നു. എന്താണ് കുറേ നേരം നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരിക പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഒരു വർത്തമാനത്തിന് ഒരാളിനെ കിട്ടുമ്പോൾ, പിന്നെ എപ്പോഴും വരാത്ത ഒരാൾ വരുമ്പോൾ നമുക്കതൊരു ഇതല്ലേ. പിന്നെ എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലത്തെ വൈകുന്നേരത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചോറായിട്ട് എല്ലാവരും കഴിക്കുക. ചപ്പാത്തിയൊക്കെ ചായക്ക് തിന്നു. പിന്നെ ചോറായിട്ടാണ് എല്ലാവരും രാവിലെ ഇത്തിരി കഴിച്ചു. പിന്നെ ബാക്കി 2 മണിയൊക്കെ ആയിട്ടോ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നെ എൻ്റെ കുറച്ച് മൈലാഞ്ചിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അരച്ച മൈലാഞ്ചി സുന്നത്തല്ലേ, അപ്പോൾ നോൽബൊക്കെ എടുത്ത് അപ്പോൾ ഇടുമ്പോൾ അതൊരു സുന്നത്തല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് മൈലാഞ്ചി കിട്ടിയപ്പോൾ ഞാനത് അരച്ച് കയ്യിലൊക്കെ ഇട്ടിട്ടോ. അപ്പോൾ അവൾ വന്നപ്പോൾ അവൾക്കും ഇട്ട് കൊടുത്തു കുറച്ച് മൈലാഞ്ചി. പിന്നെ കുട്ടികൾക്ക് മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ വരുമ്പോൾ അവളുടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ അമ്മൻ്റെ എന്തോ അവിടുത്തെ പരിപാടിക്കോ വേലയ്ക്കൊക്കെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താട്ടോ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് അവൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഞാൻ അവൾക്ക് കയ്യിൽ വണ്ടി ഓട്ടുന്ന കാരണം പിന്നെ അധികം നേരം ഇടാൻ പറ്റിയിട്ടില്ല തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇതായിപ്പോയി. പിന്നെ അവൾ അത്രയും നേരം വീട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ നോൽമ്പ് പോയതിൻ്റെ കാര്യം, നോൽമ്പ് കഴിഞ്ഞപ്പോഴുള്ളൊരു സങ്കടം കൂടി ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു. കുറച്ച് ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇരുന്ന് സന്തോഷം 2 പേരും പങ്കുവെച്ചു. പിന്നെ സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അവളുള്ളത് കൊണ്ട് നല്ലൊരു ഇതായിരുന്നു. എല്ലാവരും കുട്ടികൾക്കൊക്കെ ഹാപ്പി ആയിരുന്നു എല്ലാവരും. എന്നാലും നമുക്കധികം സന്തോഷിക്കാനും പറ്റില്ല, എന്നാലും ഒരു വിഷമം ഉള്ളിലൊക്കെ ഉണ്ട്. എന്നാലും നമ്മളത് പുറത്തൊന്നും കാണിക്കാണ്ട് അങ്ങനെ പെരുന്നാളല്ലേ, എന്തായാലും നോമ്പ് വന്നാൽ പെരുന്നാൾ ആഘോഷിക്കാൻ തന്നെ വേണം. പിന്നെ എന്തായാലും പടച്ചവൻ വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും പോകും. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു.
പിന്നെ അങ്ങനെ ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തിട്ട് അങ്ങനെ പിരിഞ്ഞു കേട്ടോ. പിന്നെ അവള് ഞാൻ പോവാണ് കേട്ടോ. ഇതെല്ലാം സന്തോഷമാണ്, മനസ്സിലായ? ഭക്ഷണം തന്നു, വയറ് നിറഞ്ഞു, കുറച്ചു നേരം നിന്റെ കൂടെ വന്ന് ഇരിക്കണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹമായിരുന്നു. പിന്നെ കൂടപ്പുറപ്പ് ഉണ്ടോ ചോദിച്ചാൽ കൂടപ്പുറപ്പുകളുണ്ട്, പക്ഷെ ഒന്നിനും നമുക്ക് ആവശ്യത്തിനുണ്ടോ ചോദിച്ചാൽ ആവശ്യത്തിനുണ്ട്. ഒരാൾ വിളിച്ചിട്ട് എന്താണ് ഭക്ഷണം കഴിച്ചാൽ നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കണമെന്ന് ചോദിക്കണമെങ്കിൽ കൂടപ്പുറപ്പുകളോ അത്രയേ ഉള്ളൂ. അപ്പോൾ നീ വന്നു, ഞാൻ വന്നു നിൻ്റെ അടുത്തേക്ക്, എനിക്ക് ഭക്ഷണം തന്നു. ഭക്ഷണം തന്നോണ്ടല്ല, സ്നേഹമാണ്, ആ ബന്ധമാണ് എപ്പോഴും നമുക്ക് തന്നെ. എന്തായാലും അപ്പോൾ ശരി കേട്ടോ, ബൈ. എന്ന് പറയുന്നത് ഇനി എപ്പോഴാ കാണാൻ അടുത്ത കൊല്ലം ഞാൻ വിളിക്കാണ്ട് തന്നെ ഞാൻ വരുമല്ലോ, അതിന്റെ ഇടയിലൊക്കെ വായോ, എപ്പോ വേണമെങ്കിൽ വരാം, സ്വതന്ത്രം വരാനേ പോകാൻ. ഭയങ്കര സന്തോഷം. ഇനിയിപ്പോ ഒരു നിക്കണം എന്ന് പറഞ്ഞാലും റൂമുണ്ട്, നിക്കാം, കുഴപ്പമില്ല. ഈ ഒരു ഹാപ്പിനെസ് കാണാനല്ലേ നമ്മളൊക്കെ ഇത്രയും പ്രയത്നിക്കണത്. ഇനിയും നീ നല്ലൊരു വീട്ടിലേക്ക് ഇനി സ്വന്തം വീടായിട്ട് സന്തോഷം. എന്നാ ശരി, എല്ലാവർക്കും ഒരു ഒരിക്കൽ കൂടി ഇത് മുബാറക്ക്. ക്ലിയർ കുറവില്ല എവിടെ, അത് ബാക്ക് ഇങ്ങനെ എടുക്കുമ്പോഴേ ജനല് ഇവിടെ നമ്മുടെ അവിടെ ഹാളില് നല്ല വെളിച്ചും കാറ്റൊക്കെ കിട്ടും. അതാണ് അപ്പോൾ അവള് പോകണ പറയണത്. ശരി ശരി. അവള് എൻ്റെ വീട്ടിൽ നിന്ന് അത്ര ഒരു ദൂരമൊന്നുമില്ല കേട്ടോ, കുറച്ച് ദൂരം തന്നെ ഉള്ളൂ. പിന്നെ അവൾ സ്കൂട്ടിയിലാണ് വന്നത്. പിന്നെ താഴത്ത് വിട്ടൊന്നും ഇല്ല കേട്ടോ, അവർ പെരുന്നാൾ വേറെ എവിടെയോ കൊള്ളാൻ വേണ്ടി പോയിരിക്കുകയാണ്. അതുകൊണ്ട് വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ വണ്ടി ഉള്ളിൽ കയറ്റി. പെരുന്നാളൊക്കെ ഉഷാറായി. ഫ്രണ്ട് പോയപ്പോൾ ഒരു സങ്കടം കേട്ടോ, ഇത്ര നേരം ഉണ്ടായിട്ട് പോകുമ്പോൾ. പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പ്രജിക്കുട്ടിക്ക് മാത്രം ഡ്രസ്സ് വേണം പറഞ്ഞിട്ട് ഇട്ട് കൊടുത്ത് നോക്കി. നമ്മുടെ ഫാത്തിമ കുട്ടിക്ക് ആദ്യം ഇട്ട് പിന്നെ ഇതെവിടെയും പോകുമ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ റിൻഷി മോളാട്ടോ വൈകുന്നേരം മാറ്റിയത്. അപ്പോൾ അവളും കുറച്ച് നേരം ഒന്നിട്ട് നോക്കി. എവിടെയും പുറത്ത് പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ റേസ് കുട്ടി ഇടാൻ വേണ്ടിയിട്ട് കേട്ടില്ല. പിന്നെ ഞാനും വെറുതെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, എവിടെയും പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഒരു 7 മണി 8 മണിയൊക്കെ ആയപ്പോൾ പുറത്ത് കൊണ്ടുപോയിട്ട് അവർക്കൊക്കെ ഓരോ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അന്ന് ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രാത്രി ഞങ്ങളെല്ലാവരും പാടെ പോയിട്ട് ഒരു കടയിൽ കയറി ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങളുടെ വീഡിയോ എന്ന് പറയാൻ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇനി എല്ലാവരും എവിടെയും പോകുമ്പോൾ ഒരുമിച്ചിട്ടിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. അതുവരെയും ബൈ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.